നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നടന്ന ഒരു വാഗ്വാദം, സത്യത്തിൽ അത് കയറിക്കൊണ്ടത് നമ്മുടെ കേരളത്തിലെ ഗവർണറിനും ഒപ്പം അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ്. ഏറെ നാളുകളായി മുഖ്യമന്ത്രി ആഗ്രഹിച്ച കാര്യം സുപ്രീം കോടതിയുടെ വായിലൂടെ കേട്ട ഒരു സന്തോഷത്തിലാണ് അദ്ദേഹം. എന്തായാലും സംഭവം മറ്റൊന്നുമല്ല, ഗവർണർമാരുടെ നീക്കം, ബില്ലുമായി ബന്ധപ്പെട്ടുള്ള നീക്കത്തിലാണ് ശുഭിതനായിരിക്കുകയാണ് സുപ്രീം കോടതി ജഡ്ജ്. ഈ ഘട്ടത്തിൽ കാർണവർ വധക്കേസിൽ ജീവപര്യന്തം അനുഭവിക്കുന്ന ഷെറിനെ ശിക്ഷാ ഇളവ് നൽകി ജയിൽ മോചിപ്പിക്കാനുള്ള മന്ത്രിസഭാ തീരുമാനത്തിൽ ഗവർണർ ഇതുവരെയും നടപടിയെടുക്കാത്തതും ഗവർണർ എന്ത് നിലപാടെടുക്കും എന്നുള്ളതും ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. കഴിഞ്ഞ ആഴ്ചത്തെ മന്ത്രിസഭാ തീരുമാനമായിരുന്നു ഇതുവരെ രാജ്ഭവനിൽ എത്തിയിട്ടില്ലാത്ത ഷെറിന്റെ മോചനം. നല്ല നടപ്പും വനിതയാണ് എന്നതുമുള്ള പരിഗണിച്ചാണ് ഷെറിനെ മോചിപ്പിക്കാനുള്ള തീരുമാനം. അതേസമയം 25 വർഷമായി ശിക്ഷ അനുഭവിക്കുന്നവരും രോഗികളുമായ സ്ത്രീകളും മോചനത്തിൽ സർക്കാർ ഇതുവരെ തീരുമാനമെടുത്തിട്ടുമില്ല. മന്ത്രിസഭാ തീരുമാനം അംഗീകരിക്കരുത് എന്ന് രമേശ് ചെന്നിത്തലയും ഗവർണർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം എന്താണ് സുപ്രീം കോടതിയിൽ നടന്നത് എന്ന് നോക്കാം. പക്ഷേ ഗവർണർ അങ്ങ് തമിഴ്നാട് ഗവർണറും ആയിരുന്നു. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി നടത്തിയ കൃത്യമായ ചില നിർദ്ദേശങ്ങളുണ്ട്. തമിഴ്നാട് നിയമസഭ പാസാക്കിയ 14 ബില്ലുകളിൽ 3 വർഷമായി തീരുമാനമെടുക്കാത്ത ഗവർണർ RN രവിയെ സുപ്രീം കോടതി അതിരൂക്ഷമായ ഭാഷയിലാണ് കഴിഞ്ഞ ദിവസം വിമർശിച്ചത്. 3 വർഷമെടുത്ത് കണ്ടെത്താൻ മാത്രം ഗൗരവമേറിയ എന്തു കാര്യമാണ് ബില്ലുകളിൽ ഉള്ളത് എന്നായിരുന്നു കോടതി കഴിഞ്ഞ ദിവസം ഗവർണറിനോട് ചോദിച്ചത്. തീരുമാനം വൈകിയതിന്റെ കാരണം വസ്തുതാ താൽപര്യമായി അറിയിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സഭ വീണ്ടും പാസാക്കിയ ബില്ലുകൾ രാഷ്ട്രപതിക്ക് വിടുന്നതും വൈരാഗ്യത്തിന്റെ പേരിൽ വൈകിച്ചതിലും ജഡ്ജിമാരായ JB പർദിവാല, R മഹാദേവൻ എന്നിവരുടെ ബെഞ്ച് അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു. ബില്ലുകൾ തിരിച്ചയച്ചിട്ടില്ലെന്നും പിടിച്ചുവെക്കുക മാത്രമാണ് ചെയ്തത് എന്നും ഗവർണർക്ക് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ R വെങ്കടരമണി വാദിച്ചു. ഇതിലെ യുക്തിയും കോടതി ചോദ്യം ചെയ്തു. ബില്ലുകളിൽ സ്വന്തം രീതി രൂപപ്പെടുത്തിയതിനു പോലെ ഉണ്ടെന്നും നിരീക്ഷിച്ചിരുന്നു. ഗവർണറുടെ ഓഫീസ് നടത്തിയ പരിശോധനയുടെ രേഖകൾ, കണ്ടെത്തിയ പോരായ്മകൾ എന്നിവയും അറിയിക്കണം. ബില്ലുകൾ പിടിച്ചുവെച്ച് നിയമസഭ നിർമ്മാണ സഭയെ വീറ്റോ ചെയ്യാൻ ഗവർണർക്ക് അധികാരമില്ലെന്ന് വ്യക്തമാക്കിയ ശേഷമാണ് പുതിയ സംഭവങ്ങളെന്നും നിരീക്ഷിച്ചു. ദുരുദ്ദേശത്തോടുകൂടിയും വൈരാഗ്യത്തോടുകൂടിയുമാണ് ഗവർണർ പ്രവർത്തിക്കുന്നത് എന്ന സംസ്ഥാന സർക്കാരിന്റെ ആരോപണമെന്നും പറയുന്നു. VC പദവിയിൽ നിന്ന് ഗവർണറെ നീക്കുന്നത് ഉൾപ്പെടെയുള്ള ബില്ലുകളാണ് ബാധിച്ചത് എങ്കിലും കോടതി പരിഗണിച്ചിരുന്നില്ല. പശ്ചാത്തലമല്ല ഗവർണർക്കുള്ള അധികാരമാണ് വിഷയമെന്നും ഓർമ്മിപ്പിച്ചിരുന്നു. ഗവർണറുടെ അധികാരവുമായി ബന്ധപ്പെട്ട് മറുപടി പറയേണ്ട വിഷയങ്ങളുണ്ടെന്നും പറഞ്ഞാണ് വാദം തുടങ്ങിയത്. 8 ചോദ്യങ്ങളും കോടതി ഉന്നയിച്ചു. ഹർജിയിൽ ഇന്നും വാദം തുടരാനിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് കേരളത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. കേരളത്തിൽ വരുമ്പോൾ 20 വർഷത്തിലേറെയായി ജയിലിൽ കഴിയുന്ന ജീവപര്യന്തം തടവുകാരൻ മണിച്ചനെ വിട്ടയക്കാനുള്ള ഹർജിയിൽ പേരറിവാളൻ കേസിലെ ഉത്തരവ് കണക്കിലെടുത്ത് നടപടിയെടുക്കാൻ ഗവർണർക്ക് സുപ്രീം കോടതി അന്ന് ഉത്തരവ് നൽകുകയും ചെയ്തതോടുകൂടി ഗവർണറുടെ അധികാരത്തിനുമേൽ മന്ത്രിസഭയുടെ തീരുമാനം നിലനിൽക്കുമെന്ന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തീരുമാനങ്ങളും പേരറിവാളൻ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി എടുത്ത തീരുമാനം, കഴിഞ്ഞ ദിവസം തമിഴ്നാട് ഗവർണർക്ക് സുപ്രീം കോടതി നൽകിയ താക്കീത് രൂപേണയുള്ള അതിരൂക്ഷ വിമർശനം, ഇവയെല്ലാം പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ മന്ത്രിസഭയുടെ ഏത് തീരുമാനത്തിനും ഗവർണർ ഒപ്പിട്ട് കൊടുക്കേണ്ടി വരുമോ എന്ന ചോദ്യവും ഉയരുകയാണ്. കഴിഞ്ഞ ദിവസവും ഈ ഷെറിനുമായി ബന്ധപ്പെട്ടുള്ള മുൻ തടവുകാരിയുടെ ചില നിർണായക വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഷെറിനെ പുറത്തിറക്കാനായി മന്ത്രിസഭാ യോഗത്തിലെ മുന്നോട്ട് വെച്ച 4 പ്രധാന പോയിന്റുകളിൽ ഒന്നായിരുന്നു ഈ ഷെറിൻ നല്ല നടപ്പുള്ള ആളാണ് എന്നുള്ളത്. ബക്കറ്റ് നിറയെ ലിപ്സ്റ്റിക്കുകളും ഈ സൗന്ദര്യവർദ്ധന വസ്തുക്കളും ഒക്കെ എപ്പോഴും കൊണ്ടു നടക്കുന്ന, ജയിലിലെ എല്ലാ സുഖലോലിപതകളും അനുഭവിച്ച് നടക്കുന്ന ഷെറിൻ എന്ത് നല്ല നടപ്പാണ് നടത്തിയത് എന്ന ചോദ്യവും അടക്കമുള്ളവ ഉന്നയിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മുൻ തടവുകാരിയുടെ ആ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റെന്തോ കാര്യങ്ങൾ ഷെറിനെ പുറത്തേക്ക് എത്തിക്കാനായി മന്ത്രിസഭയെ ചലിപ്പിക്കുന്നോ എന്നുള്ള ചോദ്യമാണ്. എന്നിരുന്നാലും സർക്കാരിന്റെ ശുപാർശ വെച്ചു താമസിപ്പിക്കാൻ ഗവർണർക്ക് അധികാരമില്ലെന്നും ഗവർണർ സംസ്ഥാന സർക്കാരിന്റെ സംക്ഷിപ്ത രൂപം മാത്രമാണ് എന്നുമാണ് സുപ്രീം കോടതി പേരറിവാളൻ കേസിൽ പറഞ്ഞത്. ഗവർണർ തീരുമാനം വൈകിപ്പിച്ചാൽ അത് കോടതിയിൽ ചോദ്യം ചെയ്യാം. തെരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരിന്റെ ശുപാർശ ഗവർണർ മാനിക്കണമെന്നാണ് സുപ്രീം കോടതി ഉത്തരവിന്റെ കാതൽ.
കാർണവ വധക്കേസിലെ ഷെറിനെ മോചിപ്പിക്കാനുള്ള മന്ത്രിസഭാ തീരുമാനത്തിന് അടിസ്ഥാനമായ പോലീസ്, പ്രൊബേഷൻ, ജയിൽ റിപ്പോർട്ടുകളിൽ ഗവർണർക്ക് സർക്കാരിനോട് സംശയങ്ങൾ ഉന്നയിക്കാമെങ്കിലും ശുപാർശ തള്ളാൻ ഗവർണർക്ക് കഴിയുകയില്ല. ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി വൃദ്ധർ, വനിതകൾ, ശാരീരിക വൈകല്യമുള്ളവർ, ഗുരുതര രോഗികൾ എന്നിവരെ പ്രത്യേക ഇളവുകൾ നൽകി വിട്ടയക്കാനാണ് കേന്ദ്ര നിർദ്ദേശം വരുന്നത്. 55 വയസ്സിന് മുകളിലുള്ള വനിതകൾ, ട്രാൻസ്ജെൻഡറുകൾ, 60 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർ എന്നിവർ ശിക്ഷയുടെ പകുതി കാലാവധിയും, ഗുരുതര രോഗം ബാധിച്ചവർ ശിക്ഷയുടെ 2/3 കാലാവധിയും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ മോചിപ്പിക്കാവുന്നതാണ്. കൂട്ടക്കൊല, സ്ത്രീധനക്കൊല, മാനഭംഗം, മനുഷ്യക്കടത്ത്, കുട്ടികളെ പീഡിപ്പിക്കൽ, കള്ളനോട്ട്, മയക്കുമരുന്ന്, വിദേശ നാണ്യ വിനിമയ കേസുകളിലെ തടവുകാർക്ക് ഇളവില്ല. മുൻപും ഗവർണർമാർ സർക്കാരിന്റെ ശുപാർശകൾ തള്ളുകയോ തീരുമാനമെടുക്കാതെ ഫയലിൽ പിടിച്ചുവെക്കുകയോ ചെയ്തിട്ടുണ്ട്. മഹാത്മാഗാന്ധിജിയുടെ 150ാം ജയന്തിക്ക് 36 പേരെ മോചിപ്പിക്കണമെന്ന ശുപാർശ അന്ന് ഗവർണറായിരുന്ന പി സദാശിവമാണ് തള്ളിക്കളഞ്ഞത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഷെറിൻ പുറത്തിറങ്ങാനുള്ള സാധ്യത ഏറെയാണെന്ന് വ്യക്തമാവുകയാണ്. പക്ഷേ മന്ത്രിസഭയുടെ തീരുമാനത്തിന്മേൽ ഗവർണറിന് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ കൃത്യമായി തന്നെ ചോദിക്കാം. ആ കൃത്യമായ ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുകയാണെങ്കിൽ ഗവർണർ ഒപ്പിടുക തന്നെ ചെയ്യും. അങ്ങനെ ഒപ്പിട്ടാൽ എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ടറിയാം. ഷെറിൻ പുറത്തിറങ്ങുമ്പോൾ ആർക്കു വേണ്ടിയാണ് ഷെറിൻ പുറത്തിറങ്ങുന്നത് എന്ന ചോദ്യം കൂടിയുണ്ട്. ഗവർണറുടെ അധികാരങ്ങൾ ഭരണഘടനയുടെ 161, 63 വകുപ്പുകളിലാണ് ഉള്ളത്. തിരഞ്ഞെടുക്കപ്പെടാത്ത പദവിയിലുള്ള ഗവർണർമാർ സംസ്ഥാനങ്ങളിലെ നിർണായകമായ അധികാരം കൈയാളുന്നവരാകരുത് എന്നാണ് ഭരണഘടനയിൽ ഉള്ളത്. സംസ്ഥാനത്തിന്റെ തലവൻ എന്ന അലങ്കാരിക പദവിയാണ് ഗവർണറുടേത്. ക്യാബിനറ്റിന്റെ തീരുമാനവും ഉപദേശവും അനുസരിച്ചാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടത് എന്ന് ഭരണഘടനയിൽ വ്യക്തമായി പറയുന്നു. അതേസമയം 163(2)(3) വകുപ്പുകൾ അനുസരിച്ച് ഗവർണർക്ക് ചില കാര്യങ്ങളിൽ വിവേചന അധികാരം പ്രയോഗിക്കാം. എന്നാൽ ഏതൊക്കെ സന്ദർഭങ്ങളാണ് എന്ന് ഭരണഘടനയിൽ വ്യക്തമല്ല. ഭരണഘടനാ വീഴ്ചയുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ ഗവർണർക്ക് വിവേചന അധികാരം ഉപയോഗിക്കാം. അധികാര ദുർവിനിയോഗം ഉണ്ടായാൽ ഗവർണർക്ക് ഇടപെടാനും കഴിയും. ഭൂരിപക്ഷവും നഷ്ടമാവുമ്പോൾ നിയമസഭ വിളിച്ചുകൂട്ടാൻ സർക്കാർ വിസമ്മതിച്ചാലോ സ്പീക്കർ അവിശ്വാസ പ്രമേയത്തിന് അനുമതി നൽകാതിരുന്നാലോ ഗവർണർക്ക് ഇടപെടാം. എന്തായാലും ഈ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്തായിരിക്കും ആർലേക്കർ എന്ന പുതിയ ഗവർണർ എടുക്കുന്ന തീരുമാനമെന്ന് കണ്ടറിയാം.